അല്ല, മുഖ്യമന്ത്രി ആ സമ്മേളനത്തിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പല വിഡ്ഢിത്തങ്ങളും എഴുന്നള്ളിച്ചിട്ടുണ്ട്. അതില് വിശ്വാസികൾക്ക് വിട്ടുകൊടുത്താൽ ആ ക്ഷേത്രങ്ങൾ നാശത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഈ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകത്തെമ്പാടും പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. വിശ്വാസികൾ നല്ല രീതിയിൽ നടത്തുന്ന, യാതൊരു സഹായവും സർക്കാരിൽ നിന്നും സ്വീകരിക്കാത്ത പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം, വിശ്വാസികളല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ശബരിമല തന്നെ ഉദാഹരണമാണ്. അവിടെ ഭക്തന്മാർ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിച്ച എല്ലാം കട്ട് കവർന്ന് കൊണ്ടുപോവുകയാണ്. അതിപ്പോ ഹൈക്കോടതി തന്നെ കൈയോടെ പിടിച്ചു. ഇതിനു മുമ്പും നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഴിമതിയുടെ, കെടുകാര്യസ്ഥതയുടെ, തീവെട്ടിക്കൊള്ളയുടെ ഒരു കേന്ദ്രമായി ആരാധനാലയങ്ങളെ മാറ്റുന്നത് അവിശ്വാസികളായ ആളുകൾ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. വിശ്വാസികൾക്ക് ദൈവത്തെ പേടിയുണ്ട്, വിശ്വാസത്തെ പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് അവർ നീങ്ങില്ല, അവർ വിശ്വാസികളാണ്. ഇപ്പോ മറ്റൊരു കാര്യം, ഒരു പുതിയ നറേറ്റീവോട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ശബരിമലയിലുള്ളതും ഒരു മതാതീത ആത്മീയതയാണെന്നാണ്. അത് ഒരു മതേതര കേന്ദ്രമാണ് എന്നാണ്. ഇത് അയ്യപ്പ വിശ്വാസത്തെ, ധർമ്മത്തെയൊക്കെ അതിന്റെ പാരമ്പര്യത്തെയും പൂർവികതയൊക്കെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിനെതിരായിട്ടുള്ള ഒരു മറുപടി നിശ്ചയമായും ഈ സെമിനാറിലും ഈ സമ്മേളനത്തിലും എല്ലാം ഉണ്ടാകും. ഈ അയ്യപ്പ ധർമ്മത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി, വിശ്വാസത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമത്തെ യഥാർത്ഥ വിശ്വാസികൾ നിശ്ചയമായും അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും.